ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് ഒരു വോട്ട് കിട്ടിയിട്ടുണ്ടോ? കേരളത്തിന് കേരളത്തിനുള്ള വോട്ട് കിട്ടിയിട്ടുണ്ടോ? ഇന്ത്യ സഖ്യത്തിൽ ചോർച്ചയുണ്ടെന്നാണ് പറയുന്നത്. അവിടെ അതിപ്പോ ചോർച്ച ഉണ്ടാവും. അതിപ്പോ അങ്ങനെയാണല്ലോ. അപ്പോ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഇന്ത്യ അലയൻസിന്റെ രാഷ്ട്രീയം എന്താണ്. അവർക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല. ഒരു പ്രത്യേക ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് പോളിറ്റിക്സ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അവരുടെ ഒരു കോമൺ ഐഡിയോളജി ഒന്നും ഇല്ലാത്തൊരു കോalitionആണ്. അവർക്ക് ഒരു കോമൺ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നരേന്ദ്രമോദിജിനെ എതിർക്കുക, നരേന്ദ്രമോദിജിനെ എന്തെങ്കിലും പറയാ, അവരെ കുറിച്ച് നുണ പറയാ, ജനങ്ങളെ വെടിയാക്കുക. അത് അവരുടെ രാഷ്ട്രീയം. അതിന്റെ സത്യം ജനങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ആരായിരിക്കും കേരളത്തിൽ നിന്നുള്ള MP എത്രത്തിൽ? കേരളത്തിൽ നിന്ന് വല്ല വോട്ടും കിട്ടിയിട്ടുണ്ടോ എന്നതാണ്. അത് നിങ്ങളല്ലേ ജേർണലിസ്റ്റ്, നിങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? NDAന്റെ വൈസ് പ്രസിഡന്റ് ആയി, NDAന്റെ CP രാധാകൃഷ്ണൻജി വൈസ് പ്രസിഡന്റ് ആവുന്നു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു വാർത്തയാണ്. അത് മാത്രം എനിക്ക് പറയാനുള്ളൂ. ഈ പോലീസിന്റെ അതിക്രമത്തിനെതിരെയുള്ള പലതരത്തിലുള്ള വാർത്തകൾ പുതുതായിട്ട് വരുന്നുണ്ട്. ഇന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. നോക്കൂ, ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് കുറച്ചു കാലമായിട്ട് നമ്മൾ കാണുന്ന ഒരു ഫിനോമിനൻ, ഒരു ട്രെൻഡാണ്. രാഷ്ട്രീയത്തിലും ക്രിമിനലൈസേഷനും, അത് കാണുമ്പോൾ പോലീസിലും അതേപോലെ തന്നെ ഒരു ക്രിമിനൽ എലിമെന്റിന്റെ ഒരു നല്ല ഇൻഫ്ലുവൻസ് നമുക്ക് ഇപ്പോ പബ്ലിക്കായിട്ട് കാണാൻ കിട്ടുന്നില്ല. അപ്പോ ഇതെല്ലാം മാറണം, ഇതെല്ലാം മാറ്റണം. ഇത് മാറ്റാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ മാറ്റണമെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ മാറ്റം കൊണ്ടുവരണം, രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം. അത് BJP NDA കൊണ്ടുവരുന്നതാണ് ഞങ്ങൾ പറയുന്നത്.